സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയയിലേക്ക് എത്താൻ സമയം അവിടുത്തെ ഒട്ടകം ഖസ്വാ അവിടെ നിന്ന് മുന്നോട്ട് പോകാതിരിക്കുന്നത് കണ്ടപ്പോൾ സ്വഹാബികൾക്കിടയിലുള്ള വർത്താനം. അങ്ങനെ നബി തങ്ങൾ ഒട്ടകത്തെ എഴുന്നേൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ഒട്ടകം ചാടി എഴുന്നേറ്റു. അങ്ങനെ ചാടി എഴുന്നേറ്റ് ഹുദൈബിയയുടെ ഭാഗത്തെ ഏറ്റവും അങ്ങേ തലയിലേക്ക് നബി തങ്ങൾ ഇങ്ങനെ പോവുകയാണ്. കാരണം അവിടെ ഹുദൈൽ ബിൻ വഖാർ അൽ ഖുസാഇ എന്ന മനുഷ്യനുണ്ടായിരുന്നു. ഖുസാ ഗോത്രക്കാരനാണ്. ഈ ഖുസാ ഗോത്രക്കാരനായ ഇയാള് ഒരു ഖുസാ ഗോത്രവും ബനൂ ഹാഷിം ഗോത്രവുമായിട്ട് പണ്ടൊരു കരാറുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കൂല എന്ന് ഇസ്ലാം ആകുന്നതിന് മുമ്പുണ്ടായിരുന്ന കരാറാണ്. ഇത് നബി തങ്ങൾ മുസ്ലിം ആയതിനു ശേഷം ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങിയതിനു ശേഷവും ഇവർ കൊണ്ടു നടന്നിരുന്നു. അങ്ങനെ നബി തങ്ങളോടും ഈ സ്വഹാബത്തിനോടും ഒരു നല്ല താല്പര്യമുള്ള ആളാണ് ഈ ഹുദൈബി എന്ന ആൾ. അപ്പൊ അദ്ദേഹം ഹുദൈബിയുടെ ആ ഭാഗത്തുണ്ട്, അങ്ങോട്ടാ തങ്ങൾ പോയത്. അങ്ങനെ തങ്ങൾ ആ ഭാഗത്തേക്ക് എത്തി. അങ്ങനെ എത്തിയ സമയം തങ്ങളോട് പറഞ്ഞു, മുശ്രിക്കീങ്ങളായ ആളുകൾ ഈ ഹുദൈബിയുടെ നല്ല ഹുദൈബിയ വെള്ളം ഉണ്ടായിരുന്ന സ്ഥലത്താണ്. ഇപ്പോഴുണ്ടോ അറിയില്ല, ഇപ്പോണ്ടോ വെള്ളമുണ്ടോ? നല്ല വെള്ളം ഉണ്ടായ സ്ഥലമാണ്. അപ്പൊ ഈ വെള്ളം കൂടുതലുള്ള ഭാഗത്ത് മുശ്രിക്കീങ്ങൾ തണ്ടടിച്ചിട്ടുണ്ട്. തങ്ങൾ നിബിധങ്ങളാകുന്ന നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി വന്നതാണ്. നിങ്ങളെ ഒരിക്കലും ആ കഅബയുടെ അരികിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല എന്നല്ല, നിങ്ങളെ തടയുകയും നിങ്ങളുമായി യുദ്ധം ചെയ്യലുമാണ് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞപ്പോ തങ്ങള് ഹുദൈലിനോട് പറഞ്ഞു, ഞങ്ങൾ ആരുമായി യുദ്ധത്തിന് വേണ്ടി വന്നവരല്ല, ഉംറ നിർവഹിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യമിട്ട് വന്നത്. അതുകൊണ്ട് ഈ ഖുറൈശികൾ ഇപ്പൊ യുദ്ധം കൊണ്ട് തന്നെ പ്രയാസപ്പെട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വേണമെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ കരാറിൽ ഏർപ്പെടാം. കരാർ അനുസരിച്ചുകൊണ്ട് കാലങ്ങളോളം വേണമെങ്കിൽ നിങ്ങൾ ജീവിക്കാം. അവർക്ക് ഏത് വേണം എന്ന് ചോദിച്ചു നോക്കൂ. അതല്ല, എല്ലാ ആളുകളും ഞങ്ങളോട് യുദ്ധത്തിന് വന്നതുപോലെ അവര് യുദ്ധത്തിന് വരികയാണെങ്കിൽ എന്റെ കൂടെയുള്ള എല്ലാവരും ആയാലും അവസാനം വരെ ഞാൻ അതിൽ പോരടിക്കാൻ തയ്യാറാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ട് ഹുദൈൽ എന്നവർ നേരെ പിന്നീട് ഫത്ഹ് മക്കയുടെ അന്ന് സ്വഹാബിയായിട്ടുണ്ടെന്ന് റളിയല്ലാഹു അൻഹു ഇദ്ദേഹം ഖുറൈശികളോട് പറഞ്ഞപ്പോ ഖുറൈശികളുടെ നേതൃത്വത്തിൽപ്പെട്ട ഓരോരുത്തരും ഇങ്ങനെ നബി തങ്ങൾ അരികിലേക്ക് വരികയാണ്. ആദ്യം ഹുലൈസ് ബിൻ അൽഖമ എന്ന ആള് വന്നു, പിന്നെ ഉർവത്ത് ബിൻ മസ്ഊദ് എന്നവർ വന്നു. അങ്ങനെ വന്നിട്ട് അവരൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്ന മുഹമ്മദൻ ലം യഅതി ലിൽ ഖിതാൽ വ ഇന്നമാ സാഇറൻ ലിഹാദൽ ബൈത്ത്. മുഹമ്മദ് നബി നമ്മുടെ യുദ്ധത്തിന് വേണ്ടി വന്നതല്ല കേട്ടോ, അദ്ദേഹം ഇവിടെ ഈ കഅബ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് കാര്യമായിട്ട് നമ്മുടെ യുദ്ധത്തിനൊന്നും പോകണ്ട എന്നിങ്ങനെ പറഞ്ഞു എന്നാണ്. അങ്ങനെ ഇവരിങ്ങനെ വന്ന് പറഞ്ഞ സമയത്ത് അവരുടെ നേതൃത്വത്തിൽപ്പെട്ട ഉർവത്ത് നബി തങ്ങൾ അരികിലേക്ക് വന്ന സമയം നബി തങ്ങളോട് കുറെ സംസാരിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഈ ഖുറൈശികൾക്ക് ഈ മുസ്ലിം ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഇവരൊക്കെ നിങ്ങളെ കൂടെ ഇങ്ങനെ കൂടും. ലാസ്റ്റ് എന്താകും, നിങ്ങളെ സ്വഹാബത്തിന് നോക്കിയിട്ട് പറയാൻ, ഇവരൊക്കെ നിങ്ങളെ കൂടെ കൂടിയിട്ട് അവസാനം ഒറ്റപ്പെടുന്ന സമയത്ത് നിങ്ങളെ വിട്ടു ഓടും എന്ന് സ്വഹാബത്തിൽപ്പെട്ട ആളുകൾ തങ്ങൾ ഒറ്റപ്പെടുത്തും എന്നുള്ള തരത്തിൽ ഇങ്ങനെ സംസാരിച്ചപ്പോ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അപ്പുറത്ത് എഴുന്നേറ്റ് പറഞ്ഞു, എടാ ഉംസുസ് വദറല്ലാത്ത്, നീ എന്താണ് ഈ പറയണത്? ഞങ്ങൾ നിബിധങ്ങളെങ്ങാനും ഇവിടെ ഒറ്റപ്പെടുന്ന രീതിയിൽ ഞങ്ങൾ നിബിധങ്ങളെ ഒഴിവാക്കിയിട്ട് പോകുന്ന ഒരു സംഭവമേ ഉണ്ടാവുകയില്ല. ഉംസുസ് ബദറല്ലാത്ത് എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു വാക്കാണ്, അതിന് അർത്ഥം അവിടെ പറയുന്നില്ല. അങ്ങനെ നിബിധങ്ങളുടെ തലക്കിങ്ങനെ നിബിധങ്ങൾ അരികിലെ ഈ ഓർമ്മയെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നിബിധങ്ങൾ താടി ഇങ്ങനെ പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോ അടുക്കലുണ്ട് മുഹയ്യത്തുൽ ശുഅബ റളിയല്ലാഹു അൻഹു. ഇത് കണ്ടപ്പോ മുഹയ്യ റളിയല്ലാഹു അൻഹു ഒറ്റ വാക്ക്, അഖിർ യദക അൻ ലഹിയത്തി റസൂലില്ലാഹ്, ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യണം. തങ്ങളെ താടി എങ്ങാനും പിടിച്ചാൽ നന്നായില്ല എന്ന് പറഞ്ഞിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു അങ്കി കൊണ്ട് ഉർവത്തിന്റെ കയ്യിനടി കൊടുക്കുന്നതാണ്. ഇതൊക്കെ കണ്ട് ഉർവ ഇങ്ങനെ പരിസരം ഇങ്ങനെ വീക്ഷിക്കുകയാണ്. പരിസരം വീക്ഷിച്ചിട്ട് അവസാനം ഖുറൈശിയുടെ അരികിലേക്ക് പോയിട്ട് പറയുന്നുണ്ട്, വാക്കുണ്ട്, വല്ലാഹി ഇൻ റഅയ്തു മലികൻ ഖത്തു യഅദമു അസ്ഹാബഹു മാ യഅദമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ. കുറെ ആളുകൾക്ക് ഞാൻ പോയിട്ടുണ്ട്, കിസ്റയുടെയും കൈസറിന്റെയും നജാഷിയുടെ അരികിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അവരുടെ അനുയായികൾക്ക് അവരോടുണ്ടാകുന്ന ബഹുമാനത്തെക്കാളും എത്രയോ 10 മടങ്ങ് ബഹുമാനമാണ് ഈ മുഹമ്മദിന്റെ അനുയായികൾക്ക് മുഹമ്മദിനോടുള്ളത്. തങ്ങളെങ്ങാനും തുപ്പുകയാണെങ്കിൽ അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട ഉമിനീര് കിട്ടാൻ വേണ്ടിയിട്ട് ആ സ്വഹാബികൾക്കിടയിൽ തിക്കും തിരക്കുമാണ്. മാത്രമല്ല
അതുകൊണ്ട് ആ കിട്ടുന്ന ഒലിയിൽ ഉപയോഗിച്ചിട്ട് അവരുടെ ശരീരമാസകലം, കാരണം സുഗന്ധത്തിന്റെ അവിടുന്ന് മിസ്കിന്റെ ഗന്ധമായിരുന്നു അവരുടെ ഓരോന്നിനും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അത് അവരുടെ ശരീരത്തിൽ ശരീരമാസകലം പുരട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മൾ ഉപ്പിയതാണെങ്കിലോ അല്ലെ, അതിന്റെ ഒരു തുപ്പല് നേരത്തെ ഇങ്ങനെ ആയിന് എന്ന് പറഞ്ഞു തങ്ങളുടെ നല്ല സുഗന്ധമായിരുന്നു. അതുകൊണ്ടാണ് ആ സ്വഹാബത്ത് ചെയ്തിരുന്നത്. മാത്രമല്ല തങ്ങളെങ്ങാനും ആ മുഹമ്മദ് എങ്ങാനും ഒരു കാര്യം അവരോട് കൽപ്പിച്ചാൽ അവർ ഓടിയിട്ട് അത് ചെയ്യാൻ വേണ്ടി ഉടരും, അതെടുത്തു കൊണ്ടുവരും എന്ന് പറയേണ്ട താമസമുള്ളൂ. എല്ലാവരും ഓടുകയാണ്. ആ മുഹമ്മദ് വുളൂ ചെയ്യുന്നത് ഞാൻ കണ്ടു. ആ വുളൂ ചെയ്യുന്ന വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അവർക്കിടയിൽ അടിയും പിടിയുമാണ്. അത്രത്തോളം ബഹുമാനിക്കുന്ന ഒരു സൈന്യവുമായിട്ടാണ് മുഹമ്മദ് വന്നിട്ടുള്ളത്. പണ്ട് വന്നു പോയ മുഹമ്മദ് അല്ല. അതുകൊണ്ട് ഒരു നല്ലൊരു കുഴപ്പമില്ലാത്തൊരു മാർഗം പറഞ്ഞു തന്നിട്ടുണ്ട്. അവരുമായി സന്ധിയിലാകുക എന്നുള്ളത്. അത് മാണികി ഫത്തുവിരുക, അത് സ്വീകരിച്ചോളൂ എന്ന് ഖുറൈശികളോട് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. ഇത് സ്വീകരിച്ചിട്ട് ഇനി എന്തായിരിക്കും ഖുറൈശികൾ ചെയ്യുക? ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്രയായിരുന്നു സ്വഹാബത്ത് നബി തങ്ങളെ ബഹുമാനിച്ചിരുന്നത്. നമ്മൾക്ക് പദവി കേൾക്കുമ്പോൾ എത്താപ്പം തോന്നിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മളെ ഈമാന്റെ കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വഹാബത്ത് ലോകത്ത് ബുദ്ധിമാന്മാരല്ലേ. ഒരു കാര്യം കേൾക്കുമ്പോഴേക്ക് വൈഹാട്ടാകുന്നവർ, ഖുർആനിന്റെ ആയത്ത് കേൾക്കുമ്പോഴേക്ക് മനഃപ്പാഠമാകുന്നവർ. നമ്മൾ 1000 വട്ടം ഓതിയിരിക്കാനും ഇപ്പൊ സജദ സൂറത്തിന് കുറെ ഓതി കേട്ടോ, നമുക്ക് മനഃപ്പാടായോ? അത് മനഃപ്പാടാകുന്നില്ല. ആ സ്വഹാബത്തിന്റെ കാലം അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടല്ലേ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ടൊരു മുസ്ഹഫിന്റെ കോപ്പി ലോകത്ത് ഉണ്ടായിരുന്നതെന്ന്. കാരണം എന്താണ്? മറ്റൊക്കെ സ്വഹാബത്തിന് മനഃപ്പാടാണ്. യമാമ യുദ്ധം നടന്നപ്പോ ഹാഫിളീങ്ങളായ ആളുകൾ കുറെ മരിച്ചപ്പോ ഉമർ ഇബ്നു ഖത്താബ് ഞങ്ങൾ പറഞ്ഞു, ഇന്നിങ്ങനെ പോയാൽ പറ്റൂല കേട്ടോ, മുസ്ഹഫ് നമ്മൾക്കൊന്ന് ക്രമീകരിക്കണം, ഒന്ന് ക്രോഡീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് മുസ്ഹഫ് ക്രോഡീകരിക്കുന്നത് നബിയുടെ കാലത്തല്ല, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലഘട്ടത്തിലാണ്. എന്നിട്ടോ ഒരു ആയത്ത് പോലും വിട്ടുപോകാതെ മഹത്തുക്കളാകുന്ന സ്വഹാബത്ത് ഓതി കൊടുത്തിട്ട് എഴുതി വെച്ചതല്ലേ. അത്രത്തോളം വലിയ ബുദ്ധിമാന്മാരായിരുന്ന ആളുകളാണ് ആ സ്വഹാബത്ത്. എന്നിട്ടും അവർ നബിതങ്ങളോട് കാണിച്ചിരുന്ന ആദരവും ബഹുമാനവുമാണ് ലോകത്തുള്ള എല്ലാവരെയും വളരെ അത്ഭുതപ്പെടുത്തിയത് എന്നതാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തങ്ങളെ വേണ്ട പോലെ ബഹുമാനിക്കുവാനും അത് കാരണം നാളെ സ്വർഗീയ ലോകത്ത് തങ്ങളുടെ ജീവാനിലായി ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നമുക്ക് നാമായി ബന്ധപ്പെട്ടവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ധാരാളം നന്മകൾ ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് ചെയ്യാൻ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മത്തിക യാ അർഹമർ റഹീം.